ഹലോ. ഇന്ന് അവള് വന്നില്ലേ? ഏതവള്? നീ ഇത് ആറുകാരിയെ ചോദിച്ചത്? ഞാൻ ആട്ടകാരിയെ ചോദിച്ചത് നിനക്ക് മനസ്സിലായില്ലേ? അതങ്ങനെ കുറേ അവളന്മാരുള്ളതുകൊണ്ട് നിനക്ക് ഇത്ര കൺഫ്യൂഷൻ. മോളെ മീയെ, നീ രാവിലെ തന്നെ എന്നെ ചൊറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണോ? നീ എന്നാടി രാവിലെ ആ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന? പിന്നെ ഇന്ന് അവൾ ഇല്ലെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടായിരുന്നു കേട്ടോ, നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന്. ആണോ? എങ്കിൽ വാടി ക്ലാസ്സിലേക്ക് കയറാം. ഇപ്പം ഫസ്റ്റ് അവർ തുടങ്ങാറായി. എടി എഴുന്നേക്ക്, കഴിച്ചിട്ട് കിടക്ക്. കുറച്ച് നേരം അവിടെ. നീ എഴുന്നേക്കുന്നോ അതോ ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കണോ? ഞാൻ എഴുന്നേൽപ്പിച്ചാൽ അത് ശരിയാവില്ല. ഇച്ചായൻ ഇന്ന് കോളേജിലൊന്നും പോകണ്ടായോ? കോളേജിൽ പോകാതെ എന്താ ഇവിടെ നിൽക്കുന്ന? എന്താണ് മിസ്റ്റർ ജേഡന്റെ ഉദ്ദേശം? ദുരുദ്വേഷം തന്നെ ആയിരുന്നു, പക്ഷെ വയ്യാത്തത് കൊണ്ട് നിന്നെ ഞാൻ വിട്ടിരിക്കുന്നു. അയ്യേടാ, മനസ്സിലിരിപ്പ് കൊള്ളാം. ജയൻ താഴെ ഒരു ബെല്ലടിക്കുന്നുണ്ട്. എന്നതാടാ നിനക്ക് ഡോറ് തുറക്കാൻ എത്ര താമസം? ജീനാനെ ഞാൻ വിളിച്ചപ്പോൾ നീ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നിന്നെ 2-3 ദിവസമായിട്ട് ഞാൻ വിളിച്ചു നോക്കുവാണല്ലോ. അങ്കിള് വിളിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം, അതുകൊണ്ട് എടുക്കാത്തത്. അപ്പം നീ അറിഞ്ഞുകൊണ്ട് എടുക്കാതിരിക്കുന്നത് തന്നെയാണ്. എടാ, ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, എൻ്റെ കൂടെ അപ്പച്ചനും സൂസനും ഉണ്ട്. ജേടാ, നിന്നെ ഒന്ന് കാണണമെങ്കിൽ നിനക്ക് അങ്ങോട്ടൊന്നും വരാൻ മേലല്ലേ? ഇങ്ങോട്ട് തന്നെ വരേണ്ട അവസ്ഥയാക്കിയല്ലോ ജേടാ നീ. ആരുകാരനാ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയെന്ന് വലിയപ്പച്ചനോട് ഞാൻ പറഞ്ഞായിരുന്നോ? നീ എന്തിനാണ് ചെറുക്ക വലിയപ്പച്ചനോട് ചൂടാവുന്നുണ്ട്? എന്തെങ്കിലും പറയണമെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൂടെ? സൂസൻ, നീ പിന്നെയും തുടങ്ങുവാണോ? ഞാൻ എന്തു പറയണ്ട നിന്നോട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? നമ്മൾ വന്ന കാര്യം പറ. ആരാ ഈ ചെയ്യാവുന്നത്? അങ്കിളെ, എന്നെ കൊണ്ട് വിശേഷം? ഇതെല്ലാവരും ഉണ്ടല്ലോ, കുറേ നാളായില്ലേ കണ്ടിട്ട്. ഇപ്പം വന്നതേ ഉള്ളൂ മോളെ. മോൾക്ക് സുഖമാണോ? ഞങ്ങളോട് തിരക്കാറുണ്ട് നിന്റെ കാര്യം. അല്ലേ, ഇതെന്ത് കാര്യം? ജീനിയാണെങ്കിൽ പ്രായപൂർത്തിയായ പെണ്ണിനെ ചെറുക്കനെ ഒറ്റയ്ക്കിരുത്തിട്ടാണോ പോയേക്കുന്നത്? ഇതെന്നാ വീട്ടിൽ നോക്കി നിൽക്കുന്നതാ? പോയി ചായ എടുത്തിട്ടോ, ഞാൻ കുടുംബക്കാർക്ക് കുറച്ച് സംസാരിക്കണം. സോറി ആൻറ്റി, ഇപ്പം എടുത്തിട്ട് വരാം. നീ ഇത് എങ്ങോട്ട് പോവാ? അത് പിന്നെ ചായ എടുക്കണ്ടേ? നിന്നോട് ചായ എടുക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പോയി റൂമിൽ ചെന്ന് റെസ്റ്റ് എടുക്കുക. പിന്നെ ആൻറ്റിക്ക് എത്ര നിർബന്ധമാണെങ്കിൽ വലത്തേക്ക് പോകുന്ന ഭാഗത്തെടുത്ത് കാണുന്നതാണ് കിച്ചൺ. ചായ ഇട്ട് കുടിച്ചോ. ഇല്ല, വേണ്ട. എൻ്റെ പൊന്നടിയെ, നിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മാങ്ങാച്ചാറിന് എന്ത് ടേസ്റ്റാ. ഞാൻ വേണമെങ്കിൽ 2 കിലോ മാങ്ങ കൊണ്ടുത്തരാം. നീ എനിക്കൊന്ന് ഉണ്ടാക്കി തരാൻ പറ. ഒന്ന് പോയടി. ഇനി നീ അതിനെ കണ്ണ് വെച്ചാൽ ഇതിൻ്റെ കൈപ്പുണ്യം നശിപ്പിക്കേ. പിന്നെ ഇന്ന് ആദ്യമില്ലാത്തതുകൊണ്ട് ഒരു രസമില്ലല്ലേ? ഗായ്സ്, നിങ്ങൾ പോളിങ് തുടങ്ങിയോ? എന്നാ സ്പെഷ്യല്? ദേ, ഇവളുടെ അമ്മ ഉണ്ടാക്കിയ നല്ല കണ്ണിമാങ്ങ അച്ചാറുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ആഹാ, സംഗതി ഇങ്ങോട്ട് എടുക്ക്. എടാ, നിനക്ക് വേണ്ടടാ ജിമിനെ? ഡാ ജിമിനെ, നീ ഇതെന്താ സ്വപ്നലോകത്തിരിക്കുവാണോ? ഞാനൊരു കാര്യം ആലോചിക്കാം. നീ ചോദിച്ചത് ഞാൻ കേട്ടില്ല. എന്നാടാ നീ ചോദിച്ചത്? ഇവനെ കൊണ്ട് ഇവന് പഠിച്ച് ഭ്രാന്തായോ? എടാ, ഈ കണ്ണിമാങ്ക ചാറ് നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ഇന്ന് പടകൾ അതെല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. എടാ, ഇന്നെന്നാടാ അവളും അവനും മാത്രം വരാതിരിക്കുന്നത്? നിനക്കെന്നാടാ ഒരു ദിവസമെങ്കിലും അവളെ അവനെയും കാണാതിരിക്കാൻ മേലെ? സമാധാനം തരത്തില്ല. പിന്നെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? കെവിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം നമുക്ക് അവനെ അവളെയും തമ്മിൽ പിരിക്കണം. ഏത് നല്ലൊരു റിലേഷൻഷിപ്പിനെയും പിരിക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, സംശയരോഗം. അത് അവനിൽ ഉണ്ടാക്കണം. സംഗതി കൊള്ളാം, പക്ഷെ ജേണിൽ സംശയം ക്രിയേറ്റ് ചെയ്യുന്ന അത്ര ഈസി ടാസ്ക് അല്ല. അതിന് റോഷ, നിൻ്റെ സഹായം വേണ്ടി വരും. നീ അറിഞ്ഞ് കളിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് നീ പറ. അടുത്താഴ്ച ഫൈനൽ ഇയേഴ്സ് ടൂർ പോവല്ലേ? അന്നേരം നീ ടൂറിന് വരണ്ട. അവനും നമ്മളൊക്കെ പോവായിരിക്കും. അപ്പം മാക്സിമം അവിടെ തനിച്ച് കിട്ടാൻ ഇതേ ഒരു വഴിയുള്ളൂ. ബാക്കി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം.
ഞാൻ വന്നത് ശ്രദ്ധിക്കുന്നു. രണ്ടിനും ഒരു മിണ്ടാട്ടമൊന്നും ഇല്ലല്ലോ. എന്താ പിണങ്ങിയോ രണ്ടുപേരും? ഞാൻ ആരോടും പിണങ്ങിയിട്ടില്ല എൻ്റെ മമ്മി. എങ്കിൽ ശരി ശരി, ഇനി അത് പറഞ്ഞ് മുഖം ബലൂൺ പോലെ ആക്കണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളിപ്പോൾ ഐസക് ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് പോവുക. നമ്മൾ ഇന്ന് അവിടെ ഒരു ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നീയും റെഡിയായിട്ട് വാ. ഞാൻ വരണം മമ്മി. മമ്മി പോയിട്ട് വന്നാൽ പോരെ എല്ലാവരും ഇവിടെ നിന്ന്? മമ്മീനെ ആണെങ്കിൽ അവിടെ പപ്പ വിളിക്കുന്നുണ്ട്. ഇവളെന്നാ ഇതുവരെ റെഡിയാകുന്നില്ലേ? എന്നതാ ഇവളിങ്ങനെ ഇരിക്കുന്ന? ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. ഞങ്ങളൊന്നും ഇവിടെ ഇല്ല. റെഡിയായിട്ട് ഇപ്പോൾ വന്നോണം. 10 മിനിറ്റ് തരും. മമ്മി വാ, അല്ലെങ്കിൽ റെഡിയാക്കാൻ ഇങ്ങോട്ട് ഞാൻ കയറി വരും. എൻ്റെ പൊന്നു മോനെ, എനിക്ക് വയസ്സായി. ഒരു അറ്റാക്കും കൂടെ കഴിഞ്ഞിരിക്കുമോ? നീ ഒന്ന് പയ്യെ പോയേ. ഇത് ഞാൻ ഏറ്റവും പയ്യെ തന്നെയാണ് ഓടിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ അപ്പം റോഡിലിറങ്ങി നടന്നു വരേണ്ട വരും. ഇച്ചായോ, ഇവിടെ ഒരാളുടെ മിണ്ടുന്ന സ്ഥാനം കാണാതെ പോയിട്ടുണ്ടേ. എൻ്റെ പൊന്നു ജീന, നീ അവിടെ ഇരുന്ന് നമ്മുടെ ഐസക്കിൻ്റെ വീടെത്താൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കടി. ജേടാ, നീ ഒന്ന് വണ്ടി ഒതുക്കിക്കേ. നീ ഇങ്ങനെ നോക്കണ്ട, വണ്ടി ഒതുക്കിയിട്ട് ഇറങ്ങാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. എൻ്റെ ഭർത്താവിന് എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ പൊന്നു ജീന, ഇതിലും ഭേദം അവൻ തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്ക് പിടിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. വാ നടക്ക്. ഇച്ചായ, ബി പി എല്ലും കൂടിയെങ്കിൽ ഡോക്ടറുണ്ട് അകത്ത്. അവിടെ തന്നെ ഇരിക്കാനാണോ? നീ ഇറങ്ങുന്നില്ലേ? എന്തടി ഉണ്ടക്കണം മെഴുപ്പിച്ചെന്നെ നോക്കുന്നത്? നിനക്കറിയില്ല എന്താന്ന്? എന്നെ എന്തിനാ ഇച്ചായ നീ അവരുടെ മുമ്പ് വെച്ച് വഴക്ക് പറഞ്ഞ്? അപ്പോൾ അതാണ് നിൻ്റെ പ്രശ്നം? നീ ഒരു കാര്യം കേട്ടില്ലേ അവർ പറഞ്ഞത്? സൂസൻ ആൻറ്റി ചൊറിഞ്ഞ് വർത്താനൊന്നും എനിക്കധികം ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞത്. നീ വീട്ടിലെ വേലക്കാരിയൊന്നും ഇല്ല, പിന്നെ എന്താ? അതൊക്കെ ശരിയാ. എന്നാലും വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ചായ ഇട്ട് കൊടുക്കുന്ന അത്ര വലിയ പ്രശ്നമൊന്നും അല്ല കേട്ടോ. സാരിയില്ല, ഇപ്പോൾ സൂസൻ ആൻറ്റിക്ക് ചായ വേണ്ട. എന്തായാലും നീ കയറി വാ. അതെ, മെയ്യ നോക്കി നിൽക്കുമായിരിക്കും നിന്നെ. നിങ്ങൾ വന്നോ? നിങ്ങൾ വന്നത് മിയ അറിഞ്ഞിട്ടില്ല. മോനെ ജിമിനെ, മിയ മേളിലൊന്നൊന്ന് വിളിച്ചിട്ട് വരാമോ? ഈ മമ്മിയുടെ ഒരു കാര്യം പറയാം. ദിവസം മാറി താഴേക്ക് വാ. എടാ, ഞാനാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇന്നാണെങ്കിൽ അപ്പനും ജെന്നും പിന്നെ സൂസനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. എന്നിട്ടാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിൻ്റെ വീട്ടിലും വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. നജീരൻ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ലേ നിന്നോട്? ഇല്ല, അവനൊന്നും പറഞ്ഞില്ല. ഇന്ന് കോളേജ് വിട്ട് വന്നപ്പോൾ പതിവില്ലാത്ത അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന്. എടാ, അപ്പനാണെങ്കിൽ മൊത്തത്തിലൊരു ശോകം മൂടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഉള്ളിലുണ്ട്, എന്താന്ന് കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ അമ്മച്ചിയുടെ ഓർമ്മ ദിവസം അടുത്ത മാസം. അന്നേരം നമ്മളെല്ലാവരും തറവാട്ടിൽ ചെല്ലണമെന്നാണ് അപ്പം വന്ന് പറഞ്ഞത്. നീ എന്താടി ഒന്നും മിണ്ടാതിരിക്കുന്നത്? നിനക്കൊരു അഭിപ്രായം ഇല്ലേ? ഞാൻ ഈ കാര്യത്തിൽ എന്നാ പറയാനാ? ഒന്നത് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജുണിച്ചാനെ കിട്ടിയത് അപ്പനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അതിഥിയുടെ കാര്യം. എന്തായാലും വയസ്സായില്ലേടി. അപ്പൻ്റെ കാര്യത്തിൽ നീ എതിരൊന്നും പറയണ്ട. നമുക്ക് തറവാട്ടി കൂടിയേക്കാം. എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം. ജീവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതാണ് ഒരുപാട്. എനിക്കൊരു പ്രശ്നവും ഇല്ല. പിന്നെ സൂസൻ ആൻറ്റി എന്തെങ്കിലും അവളെ പറഞ്ഞ അതിന് നിങ്ങൾ ഇടപെടാൻ വന്നേക്കല്. ഇച്ചയ, നീ ഇങ്ങനെയാണ് അവരോട് സംസാരിക്കുന്നത്? ജീന മമ്മി, അന്നെങ്കിൽ പിന്നെ ഇങ്ങനെയെങ്കിൽ അടുത്ത മാസം ഓർഫനേജിൽ പോയി നിന്നോളാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. നിങ്ങളെ പോയി കൂടിയിട്ട് വാ തറവാട്ടിൽ. നീ അങ്ങനെ എവിടെ പോയി നിൽക്കുന്നില്ല. നിൽക്കുവാണെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി. 2 മാസം പോയി നിന്നാലേ നിനക്ക് കൊതി തീർന്നില്ലേ ഇതുവരെ കേട്ടോ. അവൾ നിൽക്കാൻ പോകുന്നു. ഇവളുണ്ടെങ്കിൽ എല്ലാവരും പോയാൽ മതി. ചേട്ടാ, നീ ഇപ്പോൾ ഇതെന്താ കാണിച്ചത്? ഏട്ടത്തി, അത് ഞാൻ ക്ലീൻ ചെയ്യാം. എടാ മോനെ, ഒന്ന് നിൽക്കേ. ആദ്യം കൂട്ടിക്കൊണ്ട് നമ്മൾ പോത്തുള്ളൂ കേട്ടോ. ഇച്ചയ, ഒന്ന് നിൽക്കുക, ഞാൻ വരുന്നു. നിങ്ങൾ വിഷമിക്കണ്ടെന്നേ. ആ പുറകെ പോയ ആളത് കൂളാക്കിക്കോളും. ഹലോ. എന്താടി? മുമ്പ് മേടി വന്നപ്പോൾ എന്തെങ്കിലും കണ്ടായിരുന്നോ? എന്തേ? കണ്ടില്ലെങ്കിൽ ഉറപ്പ് വരുത്തി വീണ്ടും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണോ? ആനക്കാര്യത്തിൻ്റെ ഒക്കെ അവളുടെ ഒരു ചേനക്കാരി. പയ്യെ പോന്നേ.
ഇത്ര പേടിയെങ്കിൽ തുള്ളിക്കളിച്ച് എൻ്റെ പുറകെ വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. നീ എന്തായാലും കാറിൽ നിന്ന് ഇറങ്ങ. ബാ. എന്നെ ഇവിടെ ഇട്ടിട്ട് പോവുകയാണോ? ഈ സ്ഥലം കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ. നിന്നെ ഞാൻ ഇട്ടിട്ട് പോവാനോ? നോ, നെവർ. നീ അത് ആഗ്രഹിക്കുക പോലും വേണ്ട. ഇത് നമ്മുടെ സ്ഥലവാടി, അപ്പുറത്ത് അപ്പൻ്റെ തോട്ടവാ. എന്നാ ഇച്ച അടുത്തേക്ക് വരുന്നേ? അതെന്നതടി, നിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ലേ? അല്ല, എനിക്ക് കുറച്ച് പനിയും ഉണ്ട്, പിന്നെ ഇവിടെ നിന്നിട്ട് തണുക്കുന്നുണ്ട്. പനി? അത് കുഴപ്പമില്ല, തണുപ്പ് മാറ്റി തരാനല്ലേ ഞാനുള്ളതാ. ഇച്ചയ ആരെയും കാണുന്നേ? ഓക്കെ, ബാ നമുക്ക് വീട്ടിൽ പോയാലോ. ഇച്ചയ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നമുക്ക് എന്തായാലും തറവാട്ടിലേക്ക് പോവാം. എല്ലാവരും കൂടെ വന്ന് വിളിച്ചതല്ലേ, ഇച്ചാനായിട്ടത് മുടക്കം പറയണ്ടെന്നേ. ഓക്കെ, എന്തായാലും നീ പറഞ്ഞതല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. പിന്നെ സൂസൻ ആൻറ്റി എന്തെങ്കിലും പറഞ്ഞ് ഉടക്കാനോ കയറി ചൊറിയാനോ വന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതിൽ നീ ഇടപെടാൻ പറ്റുന്നേക്കില്ലേ, കേട്ടോ? അപ്പം നമുക്ക് പോയേക്കാം അങ്ങോട്ട് തന്നെ. സ്വന്തം പ്ലേറ്റ് നോക്കി കഴിച്ചാൽ പോരെ, ഇതെന്തിനാ എന്നെ നോക്കുന്നു? നൂഡിൽസ് ഇപ്പം തൊണ്ടക്കുഞ്ഞി ചത്തുപോകും. എൻ്റെ പാത്രത്തിൽ നോക്കി കൊതി വിടാതെ വാരി കഴിക്കടി. മോളെ, നീ കഴിക്കുന്ന നിർത്തി എഴുന്നേറ്റോ? കുറച്ചും കൂടെ തരട്ടെ? ഇല്ല മമ്മി, വയറ് നിറഞ്ഞു, അതാ. എടാ നീ നിർത്തിയോ? എഴുന്നേക്കുവാണോ? അല്ല, ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളം എടുക്കാനാ. എന്തോ വെള്ളം? അതോ, ആ കിണറ്റിൽ ഇഷ്ടംപോലെ ഉണ്ട്, താ എടുത്ത് ചാടിക്കോ. നീ ഇങ്ങനെ ചളി പറഞ്ഞതിനെ തളർത്താതടി മിയ. വേണമെങ്കിൽ നിന്നെ എടുത്ത കിണറ്റിലിടാം, അന്നേരം കിണറ്റി കിടക്കുന്ന തവളയെന്ന് പറയും. നീ കെട്ടിയെടുക്കരുത് അവസാനം. മമ്മി എന്തിനാ അവളോട് പോയി ദേഷ്യപ്പെട്ട്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് ചത്തുപോയപ്പം 300 കോടിയുടെ സ്വത്തുക്കളാ ആ പന്നമോളുടെ പേരിൽ അവളുടെ അച്ഛനും അമ്മയും എഴുതി വെച്ചേക്കുന്നത്. ഇനി ജെയ്ഡൻ അത് കണ്ടിട്ടാണ് അവളുടെ പുറകെന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും അത് അവന് കൊടുക്കാൻ പറ്റത്തില്ല മമ്മി, നമുക്ക് നേടണം. എന്റെ മാതാവേ, ഞാനിത് എന്താ കേൾക്കുന്നത്? 300 കോടിയോ? അവള് പൊന്മുട്ടിയിടുന്നൊരു താറാവ് തന്നെയാണല്ലോടാ. എങ്ങനെ വിളക്കാണ് നിന്റെ പ്ലാൻ? അപ്പൻ എന്തായാലും ഒരു കേസിന്റെ ആവശ്യത്തിന് തിരക്കില്ല, അതുകൊണ്ട് നീ ആ കാര്യത്തിൽ പേടിക്കണ്ട. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആദ്യം അവളൊന്ന് തറവാട്ടിലേക്ക് എത്തട്ടെ.